ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. 4 മണി സമയം. അവൻ പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറി സുന്ദരനായി. 13ാമത്തെ തവണയാണ് പെണ്ണ് കാണാൻ പോകുന്നത്. ഈ തവണയെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഓരോ കാര്യങ്ങളും പല കാരണങ്ങളാൽ മുടങ്ങുകയായിരുന്നു. അമ്മാവനും അവനും 2 ഫ്രണ്ട്സും കൂടി അങ്ങനെ പെണ്ണിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും പെണ്ണിനെ കണ്ടു. എല്ലാവർക്കും ഇഷ്ടമായി. 2 വീട്ടുകാരും തമ്മിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചു. അവൻക്ക് അതിയായ സന്തോഷമായി. കല്യാണം ജോറായി തന്നെ നടത്തണമെന്നായിരുന്നു അവന്റെ ചിന്ത. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ 2000-ഓളം പേരടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെ അവൻ തയ്യാറാക്കി. അങ്ങനെ അവരുടെ കല്യാണം ഉഷാറായി കഴിഞ്ഞു. അവളെ കാണുവാൻ നല്ല സുന്ദരിയും നല്ല സ്വഭാവക്കാരിയുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ അവനോട് പറഞ്ഞു, നമ്മളൊന്ന് പുറത്തുപോയി വരാം, ബീച്ചിൽ പോയി കുറച്ചുനേരം ഇരിക്കാം എന്നെല്ലാം പറഞ്ഞു. അവൻ സമ്മതിച്ചു. അവളെയും കൂട്ടി അവൻ ബീച്ചിൽ പോയി. അവളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അവർ ബീച്ചിൽ കറങ്ങിക്കൊണ്ടിരിക്കെ അവരുടെ അടുത്ത് ഒരു കാർ വന്നു നിന്ന്. അതിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ഡോറ് തുറന്നു. പെട്ടെന്ന് ഇവന്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ ആ കാറിലോട്ട് കയറി. ഇവനോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ഇതെന്റെ കാമുകനാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു, ഞാൻ ഇവന്റെ കൂടെ പോവുകയാണ്. പെട്ടെന്ന് ഈ സംഭവം കണ്ടപ്പോൾ അവനാകെ ഷോക്കായി. കല്യാണം കഴിച്ച പെണ്ണ് വേറെ ഒരുത്തന്റെ കൂടെ പോയി. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവൻ പകച്ചുനിന്നു. ഈ സംഭവമെല്ലാം കണ്ട് അവന്റെ കുറച്ചു കൂട്ടുകാർ അവന്റെ അടുത്തു വന്നു. അവനെ സമാധാനിപ്പിച്ചു. നീ വിഷമിക്കല്ലേ, നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ അവർ അവന്റെ വീട്ടിൽ പോയി. വീട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞു. കേട്ടവർക്കെല്ലാം അത്ഭുതം തോന്നി. പെട്ടെന്ന് അവളുടെ വീട്ടുകാരും അവിടെ വന്നു. എന്തിനാണ് അവൾ ഇങ്ങനെയൊരു ചതി ചെയ്ത്? അവളുടെ അമ്മയും അച്ഛനും പൊട്ടിക്കരഞ്ഞു. പിന്നീടാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അവൾ വിവാഹത്തിന് സമ്മതിച്ചത് സ്വർണം കിട്ടുവാൻ വേണ്ടിയായിരുന്നു. വീട്ടുകാർ കൊടുത്ത എല്ലാ സ്വർണവും അവൾ കൊണ്ടുപോയിരുന്നു. കാമുകനും അവളും കൂടി നടത്തിയ ഒരു നാടകമായിരുന്നു എല്ലാം എന്നവർക്ക് മനസ്സിലായി. ഇതിനിടയിൽ ആ പാവം ചെറുപ്പക്കാരൻ ബലിയാടാവുകയായിരുന്നു. അപ്പോ എല്ലാവർക്കും ശരി, അടുത്ത വീഡിയോയിൽ കാണാം.